ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസ് സെന്ററിലേക്കാണ്. വേറെ ഒന്നുമല്ല, എന്റെ ഫോണിന്റെ മൈക്ക് പോയിരിക്കുന്നു ഗൈസ്. അത് റെഡിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ബോറടിച്ച് കഴിയുമ്പോൾ പിള്ളേർ ഇതേ കുറേ ഫേസിൽ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോൺ അവിടെ കൊടുത്തിട്ട് നേരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞ് ഫോൺ റിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഷോപ്പിങ്ങിനായിട്ടാണ് വന്നത്. കരുതാങ്കപ്പള്ളിയിലേക്കാണ്. വേറൊരു ചോയ്സ് ഒന്നും ഇല്ല ഗൈസ്. പിള്ളേരെല്ലാം പറക്കി എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് കരുതാങ്കപ്പള്ളി തന്നെയാണ്. സോ അങ്ങോട്ടേക്കാണ് വന്ന് ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതേ പിള്ളേരുമായിട്ട് പോവുകയാണ്. അവിടെ എന്താണ്, ഒരു മാസത്തിന് മുന്നേ ക്രിസ്മസിന്റെ ആ ഒരു ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലേക്ക് വേണം. നമ്മൾ പടി കയറില്ല കേസ്, നമുക്ക് മടിയാണ്. പ്രത്യേകിച്ച് കൊച്ചുങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ മടിയായതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിനെ തന്നെ ആശ്രയിക്കുന്നു. അപ്പം അൻഷികയ്ക്ക് കോട്ടൺ മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യൂ. അവർക്ക് അതാണ് കംഫർട്ട്. അല്ലാതെ ഉള്ള മെറ്റീരിയൽസ് ഒന്നും വാങ്ങിയാൽ യൂസ് ചെയ്യില്ല. സോ അങ്ങനെ കുറെ എൻ്റെ പൈസ പോയതാണ്. ഇപ്പം അതുകൊണ്ട് നമ്മൾ കോട്ടൺ തന്നെയാണ് പിടിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫ്രോക്ക് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ എടുത്തതില്ല. പിന്നെ അവിടുത്തെ സെയിൽസ് കസ്റ്റമർ സർവീസ് പറയുകയാണെങ്കിൽ അവിടുത്തെ സെയിൽസ് ഗേൾസ് ആണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. നമുക്കൊരു പ്രൈവസി കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഷോപ്പിന്റെ പേരൊന്നും പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പകുതിയും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. സോ അതുകൊണ്ട് ട്രയൽ ചെയ്തു ഒക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ പോരുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നു. ഇവിടെ കുറേ പലഹാരത്തിന്റെ വെറൈറ്റി ഉണ്ട്. തലശ്ശേരി ബേസ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് എനിക്ക് ഇതിന്റെ പേര് കുറേ ഒന്നും അറിയത്തില്ല. പോക്കറ്റ് ഷവർമ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ജ്യൂസൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും ചായയാണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ ഞങ്ങളവിടെ നിന്നിട്ട് എനിക്കാകെ ചിരി വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അതിന്റെ പേര് പറയാൻ അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം തറവാടായിട്ടുള്ള മാക്സിലേക്ക് തന്നെ അവസാനം വെച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ മാക്സിലെത്തി കഴിയുമ്പോൾ നമുക്കൊരു എന്താണ്, നമ്മുടെ വീട്ടിൽ തറവാട്ടി വന്നൊരു സുഖമാണ്. കാരണം വേറെ ഒന്നുമല്ല, എന്തായാലും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഐറ്റം അവിടെ കാണുമെന്ന് അറിയാം. പിന്നെ കുറച്ച് റേറ്റ് പ്രൈസ് ബേസ്ഡ് അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ മെറ്റീരിയൽ എത്ര നാൾ വേണമെങ്കിലും ലാസ്റ്റ് ചെയ്തോളാം. അതുകൊണ്ട് പിന്നെ നമുക്കത് വർത്താണ് കേട്ടോ. സോ അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. പിന്നെ ഈ ഗേൾസിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് വെറൈറ്റി വെസ്റ്റേൺ ടൈപ്സ് ഒക്കെ ഉള്ള ഡ്രസ്സുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങി വേണ്ടുന്ന ഡ്രസ്സൊക്കെ എടുത്തു. എനിക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സാണെങ്കിലും ഞാൻ പിടിച്ചു നോക്കും. അതെൻ്റെ ഒരു എനിക്ക് അതൊരു ഒരു വിനോദം അങ്ങനെയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സാധനമൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പിള്ളേരെയും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ പകുതി പിള്ളേരെ നോക്കണം, പകുതി ഡ്രസ്സ് എടുക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ എവിടേക്കാണോ പോയി കയറുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. ഇത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഉണ്ടെന്ന് നോക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൂട്ട് അതേ ഒരു സ്പൈഡർമാൻ്റെ തൊപ്പിയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും ഞാനൂട്ടനുമായിട്ടുള്ള ചില ഡാൻസ് സ്റ്റെപ്സും കാര്യങ്ങളും ആക്ഷൻസും ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ കിടക്കട്ടെ, രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ട് അത്ര എഫേർട്ട് ഇട്ട് ചെയ്ത ഡാൻസ് അല്ലേ, അപ്പം പിന്നെ അത് ചെയ്തോട്ടെ. സഖിയുടെ അതേ സ്റ്റെപ്പ് നോക്കി അനുകരിക്കാനാണ് ഞാനിട്ട് നോക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഡാൻസ്